അടുത്ത ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന, അതായത് അടുത്ത ഘട്ടങ്ങളിൽ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം? ആൻസർ ഓപ്ഷൻ എ ആണ്. എ ഈക്വൽ ടു ബി ആണ് ഒരു സ്റ്റോർ നിർദ്ദേശമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റീഡ് എ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് നിർദ്ദേശമാണ്. നമുക്ക് വായിക്കാൻ പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് നിർദ്ദേശമാണ്. അതുപോലെ തന്നെ പ്രിന്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഔട്ട്പുട്ട് നിർദ്ദേശം. നമ്മൾ പ്രിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് നിർദ്ദേശമല്ലേ. പ്രിന്റ് എക്സ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് നിർദ്ദേശമാണ്. അതോടൊപ്പം തന്നെ ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത്, ദെൻ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളർ ആൻഡ് കണ്ടീഷണൽ നിർദ്ദേശമാണ് കേട്ടോ. കണ്ടീഷണൽ നിർദ്ദേശമാണ്. അപ്പൊ ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എ ഈക്വൽ ടു ബി ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളെ അവയുടെ പ്രവർത്തനം അനുസരിച്ച് പ്രധാനമായി 4ആയിട്ട് തരംതിരിക്കാം. നോക്കി വെച്ചോണേ, ഇനി വരുന്ന പരീക്ഷയ്ക്ക് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു നോക്കണം. കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളെ അവയുടെ പ്രവർത്തനം അനുസരിച്ച് പ്രധാനമായും 4ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻപുട്ട് നിർദ്ദേശങ്ങൾ, അഥവാ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ്. ഇൻപുട്ട് നിർദ്ദേശങ്ങൾ. അപ്പൊ ഇൻപുട്ട് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം ലോകത്തു നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഇൻപുട്ട് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? പുറം ലോകത്ത് നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഇൻപുട്ട് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് റീഡ്, ഇൻപുട്ട്, ഗെറ്റ് എന്നിവയൊക്കെ എന്താണ്? ഒരു ഇൻപുട്ട് നിർദ്ദേശങ്ങളാണ്. ഏതൊക്കെയാണ്? റീഡ്, ഇൻപുട്ട്, ഗെറ്റ് എന്നിവയൊക്കെയാണ് ഇൻപുട്ട് നിർദ്ദേശങ്ങളായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഇൻപുട്ട് നിർദ്ദേശങ്ങളുടെ ഉപയോഗം കീബോർഡ് വഴിയോ മറ്റു ഉപകരണങ്ങൾ വഴിയോ ഡാറ്റ സ്വീകരിക്കുന്നു. നമുക്കറിയാം, ഒരു ഇൻപുട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഒന്നെങ്കിൽ വോയിസ് കൊടുക്കണം, അല്ലെങ്കിൽ കീബോർഡ് വെച്ചോ അങ്ങനെയുള്ള ഇൻപുട്ട് ഉപകരണങ്ങൾ ത്രൂ അല്ലേ ഇൻപുട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കീബോർഡ് വഴിയോ മറ്റു ഉപകരണങ്ങൾ വഴിയോ ഡാറ്റ സ്വീകരിക്കുന്നു. ഇൻപുട്ട് നിർദ്ദേശങ്ങൾക്കുള്ള ഡാറ്റ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഇൻപുട്ട് നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? റീഡ്, ഇൻപുട്ട്, ഗെറ്റ് എന്നിവയൊക്കെയാണ്. ഇനി രണ്ടാമത്തേത് ഔട്ട്പുട്ട് നിർദ്ദേശങ്ങൾ, ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ്. ഔട്ട്പുട്ട് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ പഠിച്ചാണ്. എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്ന വിവരങ്ങളാണ്. നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതെന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഈ ഔട്ട്പുട്ട് നിർദ്ദേശങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പ്രിന്റ്, റൈറ്റ്, ഡിസ്പ്ലേ. അപ്പൊ ഏതൊക്കെയാണ്? പ്രിന്റ്, റൈറ്റ്, ഡിസ്പ്ലേ എന്നിവയൊക്കെയാണ് ഔട്ട്പുട്ട് നിർദ്ദേശങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ മോണിറ്റർ, പ്രിന്റർ എന്നിവയിലൂടെ ഫലം വ്യക്തമാക്കും. നമുക്കറിയാം, മോണിറ്ററും ആയിക്കോട്ടെ പ്രിന്റർ ആയിക്കോട്ടെ ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസുകളിലൂടെ എന്താണ്? ഫലം വ്യക്തമാക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഔട്ട്പുട്ട് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? പ്രിന്റ്, റൈറ്റ്, ഡിസ്പ്ലേ എന്നിവയാണ്. ഇനി മൂന്നാമത്തേതാണ് പ്രോസസിംഗ് ഓർ സ്റ്റോർ നിർദ്ദേശങ്ങൾ. നമ്മുടെ ആൻസർ വന്നിട്ടുള്ള ഏതാണ്? സ്റ്റോർ നിർദ്ദേശങ്ങളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോസസിംഗ് ഓർ സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗണിതക്രിയകൾ ചെയ്യാനും വിവരങ്ങൾ മെമ്മറിയിൽ സൂക്ഷിക്കാനും സ്റ്റോർ ചെയ്യാനും ഇവ സഹായിക്കുന്നു. അപ്പൊ എന്താണ് സ്റ്റോർ നിർദ്ദേശങ്ങൾ അഥവാ പ്രോസസിംഗ് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗണിതക്രിയകൾ, അതായത് മാത്സ് ഒക്കെ ഗണിതക്രിയകൾ ചെയ്യാനും വിവരങ്ങൾ മെമ്മറിയിൽ സൂക്ഷിക്കാനും സ്റ്റോർ ചെയ്യാനും ഇവ സഹായിക്കുന്നു. അതിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് ഈക്വൽ ടു സിമ്പിളൊക്കെ വരത്തില്ലേ? എ ഈക്വൽ ടു 10, അതുപോലെ തന്നെ ആഡ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? സ്റ്റോർ നിർദ്ദേശങ്ങളാണ് വരുന്നത്. അപ്പൊ ഈക്വൽ ടു എ ഈക്വൽ ടു 10 അഥവാ എ ഈക്വൽ ടു ബി, ആഡ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? സ്റ്റോർ നിർദ്ദേശങ്ങളാണ് വരുന്നത്. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് ഡാറ്റ നൽകുന്നതിനോ ലളിതമായ കണക്കുകൂട്ടലുകൾ നൽകുന്നതിനോ ഉപയോഗിക്കുന്നു. എന്താണ്? ഒരു വേരിയബിളിലേക്ക് ഡാറ്റ നൽകുന്നതിനോ ലളിതമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനോ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണേ? ഇനി അടുത്ത നാലാമത്തേത് പഠിച്ചു പോകണം. നാലാമത്തേത് കൺട്രോളർ നിർദ്ദേശങ്ങൾ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇതായിരിക്കും ചോദിക്കാൻ സാധ്യത. കൺട്രോൾ നിർദ്ദേശങ്ങൾ അഥവാ കൺട്രോൾ ഓർ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്താണെന്ന് നോക്കാം.
പ്രോഗ്രാമിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങളാണിവ. എന്താണ്? പ്രോഗ്രാമിംഗിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങളാണിവ. ഒരു നിബന്ധന അഥവാ കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോഴെന്താണ് ഈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കണ്ടീഷനെ സൂചിപ്പിക്കുന്നതല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ, അതിന്റെ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ? ഒരു നിബന്ധന അഥവാ ഒരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അഥവാ ഈഫ് ഡാഷ് ദെൻ അഥവാ ഈഫ് ഡാഷ് ദെന്ന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് ഈഫ് ഡാഷ് ദെന്ന്, അതുപോലെ തന്നെ എൽസ്, ഗോ ടു, വൈൽ എന്നിവയൊക്കെയാണ് കൺട്രോളർ നിർദ്ദേശങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. എന്ന് പറയാം, കൺട്രോളർ നിർദ്ദേശങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഈഫ് ഡാഷ് ദെന്ന്, അതുപോലെ തന്നെ ഈഫ് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ദെന്ന്, അങ്ങനെയൊക്കെ വരത്തില്ലേ, ആ ദെന്ന്, അതുപോലെ തന്നെ എൽസ്, ഗോ ടു, വൈൽ എന്നിവയാണ് ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കാനും ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാനും അഥവാ ലൂപ്പിങ്ങിനും ഇവ സഹായിക്കുന്നു കേട്ടോ. തീരുമാനം എടുക്കാനും ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാനും അഥവാ ലൂപ്പിംഗ് ചെയ്യാനും ഇവ സഹായിക്കുന്നു. ക്ലിയർ ആണേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. കഴിഞ്ഞ പരീക്ഷ ചോദിച്ച അടുത്തൊരു ചോദ്യമാണ്. ഇനി പറയുന്നവയിൽ ശരിയായി പൊരുത്തപ്പെടുത്തുക എന്നാണ്. അപ്പം മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസിനെ സൂചിപ്പിക്കുന്നത് അല്ലേ. മാൽവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ് ആണ്. അതുപോലെ തന്നെ സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമെയിൽ സ്പാമിംഗ് ഒക്കെ നടത്തുമെന്ന് നമ്മൾ പറയത്തില്ലേ. ഇമെയിൽ സ്പാമിംഗ് നടക്കുമെന്നൊക്കെ പറയത്തില്ലേ. സ്പാം മെസ്സേജുകളൊക്കെ ഈ മെയിൽ വരത്തില്ലേ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യണം. ഈ സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമെയിൽ ആണ്. അതോടൊപ്പം തന്നെ സൈബർ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈബർ കുറ്റകൃത്യം അല്ലേ. സൈബർ നിയമം എന്തിനു വേണ്ടിയുള്ളതാണ്? സൈബർ കുറ്റകൃത്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ മോഷ്ടിക്കലാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ്, സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സൈബർ നിയമം സൈബർ കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഫിഷിംഗ് ഡാറ്റ മോഷ്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1B, 2D, 3A, 4C എന്നിവയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രീവിയസ് റിവിഷൻ ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സ്പാമിങ്ങിനെ കുറിച്ചും സൈബർ നിയമങ്ങളെ കുറിച്ചും ഫിഷിങ്ങിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ മാൽവെയറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ മാൽവെയറിനെ പറ്റി നമുക്കൊന്ന് പഠിച്ചു പോവാം. അതായത് മാൽവെയർ എന്നത് ഹാനികരമായ സോഫ്റ്റ്വെയറുകളെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും സാധാരണമായ ഒന്നാണ് വൈറസ് കേട്ടോ. പഠിച്ചു വെക്കണം. മാൽവെയർ എന്നത് ഹാനികരമായ സോഫ്റ്റ്വെയറുകളെ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും സാധാരണമായ ഒന്നാണ് വൈറസ്. പ്രധാനപ്പെട്ട മാൽവെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വൈറസ്, നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള വൈറസ് എന്താണെന്ന് നോക്കാം. മറ്റൊരു പ്രോഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുകയും കമ്പ്യൂട്ടറിലെ ഫയലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നവ. ഇവ സ്വയം പകർപ്പുകൾ ഉണ്ടാക്കി പടരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു കമ്പ്യൂട്ടർ വൈറസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ മൊത്തത്തിൽ നശിച്ചു പോകത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു പ്രോഗ്രാമുമായി ചേർന്ന് പ്രവർത്തിക്കുകയും കമ്പ്യൂട്ടറിലെ ഫയലുകളെ നശിപ്പിക്കുകയും ചെയ്യുന്നവയാണ്. ഇവ സ്വയം പകർപ്പുകൾ ഉണ്ടാക്കി പടരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മാൽവെയർ ആണ് വോം എന്ന് പറയുന്ന മാൽവെയർ കേട്ടോ. വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസിനെ പോലെ മറ്റൊരു ഫയലിന്റെ സഹായമില്ലാതെ തന്നെ നെറ്റ്വർക്കിലൂടെ സ്വയം പടരാൻ കഴിയുന്നവയാണിത്. ഇവ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയും വേഗതയും കുറയ്ക്കുന്നു. അപ്പൊ വോം എന്താണ്? വൈറസിനെ പോലെ മറ്റൊരു ഫയലിന്റെ സഹായമില്ലാതെ തന്നെ നെറ്റ്വർക്കിലൂടെ സ്വയം പടരാൻ കഴിയുന്നവയാണിത്. ഇവ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയും വേഗതയും കുറയ്ക്കുന്നു. വോം കമ്പ്യൂട്ടറിന്റെ മെമ്മറിയും വേഗതയും കുറയ്ക്കുന്നു. ഇനി അടുത്തത് റാൻസോം വെയർ കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് റാൻസോം വെയർ. എന്താണ് റാൻസോം വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ഫയലുകൾ ലോക്ക് ചെയ്യുകയും അവ തിരികെ ലഭിക്കുന്നതിനായി പണം അഥവാ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്ന അപകടകാരിയായ മാൽവെയർ ആണ്. പഠിച്ചു നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റാൻസോം വെയർ എന്ന് പറയുന്നത്? റാൻസോം വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിലെ ഫയലുകൾ ലോക്ക് ചെയ്യുകയും അവ തിരികെ ലഭിക്കുന്നതിനായി പണം അഥവാ മോചന ദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്ന അപകടകാരിയായിട്ടുള്ള മാൽവെയർ ആണ് റാൻസോം വെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇനി അടുത്ത ആളെ നോക്കാം. അടുത്തത് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞ മാൽവെയർ ആണ് കേട്ടോ. എന്താണെന്ന് നോക്കാം. ട്രോജൻ ഹോഴ്സ് ഉപകാരി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുകയും എന്നാൽ പശ്ചാത്തലത്തിൽ ദോഷകരമായ പ്രവർത്തനങ്ങൾ അഥവാ വിവരങ്ങൾ ചോർത്തുക, സിസ്റ്റം നിയന്ത്രിക്കുക ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ട്രോജൻ ഹോഴ്സസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ട്രോജൻ ഹോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുകയും എന്നാൽ പശ്ചാത്തലത്തിൽ ദോഷകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്
സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോക്താവിന്റെ അറിവില്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് ബാങ്ക് പാസ്വേഡുകൾ, സെർച്ചിങ് ഹിസ്റ്ററി നിരീക്ഷിക്കാനും അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനും ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പം അടുത്തൊരു മാൽവെയർ ആയിട്ടുള്ള സ്പൈവെയർ എന്താണ്? ഉപയോക്താവിന്റെ അറിവില്ലാതെ അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അത് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനും ഉപയോഗിക്കുന്നു. ഇനി അവസാനത്തേത് ആഡ്വെയർ ആണ് കേട്ടോ. ആഡ്വെയർ അതായത് ഉപയോക്താവിന്റെ അനുവാദമില്ലാതെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നവയാണ് കേട്ടോ. അപ്പൊ എന്താണ് ആഡ്വെയർ? ആഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കണക്ട് ചെയ്തോണം. അപ്പൊ ആഡ്വെയർ എന്താണ്? ഉപയോക്താവിന്റെ അനുവാദമില്ലാതെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നവയാണ് ആഡ്വെയർ കേട്ടോ. അപ്പൊ ഇത്രയും മാൽവെയർസ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ്. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെയാണ് ക്ലാസ്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടെ ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷൻ ക്ലാസ്സസ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതോ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ എല്ലാം ബെറ്റർ ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അത് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്രദമാവുന്ന കറണ്ട് അഫയേഴ്സ് ബാച്ച് ആണ്. അതോടൊപ്പം തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യണം. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് കേട്ടോ. സോഫ്റ്റ്വെയർ പാക്കേജുകളാണ്. നോക്കാം നമുക്ക്. ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടി രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടമാണ് സോഫ്റ്റ്വെയർ പാക്കേജ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കാം നമുക്ക്. എന്താണ്? MS വേർഡും MS എക്സലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഉദാഹരണങ്ങളാണ്. ശരിയാണ്. MS വേർഡും MS എക്സലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തേത് കമ്പൈലറുകളും അസംബ്ലറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പാക്കേജുകളാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പൈലറുകളും അസംബ്ലറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകൾ അല്ല. ഇനി നാലാമത്തേത് സാധാരണ ഉപയോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ സാധാരണയായി വികസിപ്പിച്ചെടുക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ് തെറ്റെന്നാണ്. തെറ്റേതാണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി വരുന്ന പരീക്ഷയ്ക്കും ഇതേ റിലേറ്റ് ചെയ്ത് തന്നെ ചോദ്യങ്ങൾ വരാം. അപ്പൊ പഠിച്ചു വെക്കണം. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്നാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും രണ്ടാമത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും. അപ്പൊ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് പ്രവർത്തിക്കാനും സാഹചര്യം ഒരുക്കാനും ഇത് സഹായിക്കുന്നു. അപ്പൊ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മുടെ ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലെ ഉപയോക്താവിനും ഹാർഡ്വെയറിനും ഇടയിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഉപയോഗിക്കുന്ന നമ്മുടെ വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10, വിൻഡോസ് 11 ഒക്കെ ഇല്ലേ. നമ്മുടെ വിൻഡോസ്, ലിനക്സ്, ആൻഡ്രോയിഡ് എന്നൊക്കെ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ലാംഗ്വേജ് പ്രോസസർ കേട്ടോ. ലാംഗ്വേജ് പ്രോസസർ അതായത് പ്രോഗ്രാമിംഗ് ഭാഷകളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്നതാണ് ലാംഗ്വേജ് പ്രോസസർ. എന്നോട് പറയാം, പ്രോഗ്രാമിംഗ് ഭാഷകളെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്നതിനെയാണ് ലാംഗ്വേജ് പ്രോസസർ എന്ന് പറയുന്നത്. ലാംഗ്വേജ് പ്രോസസറിന് ഉദാഹരണങ്ങളാണ് കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ കേട്ടോ. കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോസസറിന് ഉദാഹരണങ്ങളാണ്. ക്ലിയർ ആണ്? ഇനി അടുത്തത് ഡിവൈസ് ഡ്രൈവുകൾ. ഡിവൈസ് ഡ്രൈവുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റർ, സ്കാനർ തുടങ്ങിയ ഹാർഡ്വെയറുകളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു കേട്ടോ. അപ്പൊ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്താണ്? പ്രിന്റർ, സ്കാനർ തുടങ്ങിയ ഹാർഡ്വെയറുകളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു. ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്.
കമ്പ്യൂട്ടറിന്റെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. അപ്പൊ എന്താണ്? കമ്പ്യൂട്ടറിന്റെ കാര്യക്ഷമതയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നവയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. അതിന് ഉദാഹരണങ്ങളാണ് ആന്റിവൈറസും ഡിസ്ക് ക്ലീനറും ഒക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ്. ഇനി അവസാനത്തേത് ഫേംവെയർ കേട്ടോ. ഫേംവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയറിന്റെ ഭാഗമായി സ്ഥിരമായി നൽകിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഫേംവെയർ എന്ന് പറയുന്നത്. ഉദാഹരണം ബയോസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, സിസ്റ്റം സോഫ്റ്റ്വെയർസ്. സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, ഡിവൈസ് ഡ്രൈവേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്, ഫേംവെയർ എന്നിവയൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങൾ. ഇനി രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് കേട്ടോ. അപ്പൊ എന്താ നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നത് എന്തിനാണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോട്ടോ എഡിറ്റ് ചെയ്യാനല്ലേ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ റൂട്ടാണ്. ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓരോ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഉപയോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്ക മൊബൈൽ ആപ്പുകളും ഇതിൽ പെടുന്നു കേട്ടോ. അതിന് ഉദാഹരണങ്ങളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങളാണ് ഗൂഗിൾ ക്രോം, വാട്സ്ആപ്പ്. ഗൂഗിൾ ക്രോം എന്തിനാണ്? വെബ് ബ്രൗസറിനാണ് ഉപയോഗിക്കുന്നത്. വാട്സ്ആപ്പ് മെസ്സേജിങ്ങിനും, മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ്? ഡോക്യുമെന്റ് ക്രിയേഷൻ, ഫോട്ടോഷോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഡിറ്റിംഗ് പർപ്പസിനല്ലേ. എന്നിവയൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇനി ഇവയിൽ തന്നെയുള്ള ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് തരംതിരിക്കലാണ്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്താണെന്ന് പഠിക്കണം. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് OSS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സോഴ്സ് കോഡ് എല്ലാവർക്കും ലഭ്യമായതും അത് ആർക്കും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും വിതരണം ചെയ്യാനും അനുവാദമുള്ളതായ സോഫ്റ്റ്വെയറുകളാണ് ഇവ. അപ്പൊ എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് കോഡ് എല്ലാവർക്കും ലഭ്യമായതും അത് ആർക്കും പഠിക്കാനും മാറ്റങ്ങൾ വരുത്താനും വിതരണം ചെയ്യാനും അനുവാദമുള്ളതുമായ സോഫ്റ്റ്വെയറുകളാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ഉദാഹരണങ്ങളാണ് ലിനക്സ്, ആൻഡ്രോയിഡ്, VLC മീഡിയ പ്ലെയർ, മോസില്ല ഫയർഫോഴ്സ്, ലിബ്രെ ഓഫീസ് എന്നിവയൊക്കെയാണ്. ഇനി അടുത്തത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ഉടമസ്ഥാവകാശമുള്ള സോഫ്റ്റ്വെയറുകൾ. ഇവയുടെ സോഴ്സ് കോഡ് ഉപയോക്താക്കൾക്ക് ലഭ്യമല്ല. ഇതിനെ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പൊ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെയാണ് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ്, അഡോബ് ഫോട്ടോഷോപ്സ്, മാക് OS എന്നിവയൊക്കെയാണ്. ഇനി ഫ്രീവെയർ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗജന്യമായി ഉപയോഗിക്കാൻ ലഭിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഫ്രീവെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്നാൽ ഇവയുടെ സോഴ്സ് കോഡ് ലഭ്യമല്ല, മാറ്റങ്ങൾ വരുത്താനും സാധിക്കില്ല. അതിന് ഉദാഹരണങ്ങളാണ് വാട്സപ്പ്, ഗൂഗിൾ ക്രോം, സ്കൈപ്പ്. നമുക്കറിയാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. എന്നാൽ വാട്സപ്പിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും വാട്സാപ്പിന്റെ തീമോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫ്രീവെയർ സോഫ്റ്റ്വെയർസിന് ഉദാഹരണങ്ങളാണ് വാട്സപ്പ്, ഗൂഗിൾ ക്രോം, സ്കൈപ്പ് എന്നിവ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, OSI മോഡലിന്റെ ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, സ്വിച്ച് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? OSI മോഡലിന്റെ ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിപ്പോ എന്താണ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹബിനേക്കാൾ കാര്യക്ഷമമായ ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഡാറ്റ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അയക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അവിടെ എത്തിക്കാൻ സ്വിച്ചിന് സാധിക്കും. ഇതിനെ ഇന്റലിജന്റ് ഹബ്ബ് എന്ന് വിളിക്കാറുണ്ട്. സ്വിച്ചിനെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? ഇന്റലിജന്റ് ഹബ്ബ് എന്നറിയപ്പെടുന്നതും സ്വിച്ചാണ്. അതായത് OSI മോഡലിന്റെ രണ്ടാമത്തെ ലെയറായ ഡാറ്റ ലിങ്ക് ലെയറിലാണ് സ്വിച്ച് പ്രവർത്തിക്കുന്നത്. പഠിച്ചു നോക്കണേ. OSI ലെയറിന്റെ രണ്ടാമത്തെ ലെയറായ ഡാറ്റ ലിങ്ക് ലെയറിലാണ് സ്വിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് ഒരു നെറ്റ്വർക്കിനെ വിവിധ സെഗ്മെന്റുകളായി തിരിക്കാനും ഓരോ ഉപകരണത്തിന്റെ MAC അഡ്രസ് ഉപയോഗിച്ച് കൃത്യമായി ഡാറ്റ കൈമാറാനും സഹായിക്കുന്നു. ഇനി അടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് നോക്കാം. ഇനി റൂട്ടർ
എന്താണ് റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഡാറ്റ പാക്കറ്റുകളെ അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യമായ പാതയിലൂടെ അയക്കാനും റൂട്ടർ സഹായിക്കുന്നു. ഇത് നെറ്റ്വർക്ക് ലെയറിലാണ് റൂട്ടർ പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തത് മോഡം. മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡത്തിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാം. മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ ആണ് കേട്ടോ. മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. അപ്പൊ എന്താണ് മോഡം? മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലായും തിരിച്ചും മാറ്റാൻ ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലായും തിരിച്ചും മാറ്റാനും മോഡം ഉപയോഗിക്കുന്നു. ഇന്റർനെറ്റ് കണക്ഷൻ ഇത് അത്യാവശ്യമാണ് മോഡം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേ പ്രോട്ടോകോൾ നോക്കിക്കാണാം. നമ്മൾ രണ്ട് പാലം കെട്ടുവാണെങ്കിൽ എന്താണ്, രണ്ടും ഈക്വൽ നീളത്തിലുള്ള രണ്ട് തൂണുകളായിരിക്കുമല്ലോ ഒരു പാലത്തിൽ വെക്കുന്നത്. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അത് വെച്ച് തന്നെ കണക്ട് ചെയ്യണം. ഒരേ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ, രണ്ട് ലാനുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഗേറ്റ്വേ. ഗേറ്റ്വേ എന്ന് പറയുന്നത് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ ഉപയോഗിക്കുന്ന രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഗേറ്റ്വേ ഉപയോഗിക്കുന്നു. ഇതിനെ നെറ്റ്വർക്കുകളുടെ പ്രവേശന കവാടം എന്നും വിളിക്കുന്നു. ഇനി അടുത്തത് ഹബ്ബ്. ഹബ്ബ് എന്താണ്? ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലളിതമായ ഉപകരണമാണ്. ഒരു നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലളിതമായ ഉപകരണമാണ് ഹബ്ബ്. ഇതിന് ഡാറ്റ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഹബ്ബിന് ഡാറ്റ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവില്ല. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഈ ഒരു വെബ്സൈറ്റിലെ എന്നത് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത്? ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഇല്ലേ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്ന ഈ ഒരു സൈറ്റിലെ ഈ സൈറ്റിലേക്ക് എന്താണ് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് എ ബ്രീഫ് http.2 ഇത് വരും, അതിനുശേഷം www.mypage.com, അതിനുശേഷം ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ, ഒരു വെബ്സൈറ്റിന്റെ. അപ്പൊ നോട്ട് ചെയ്തോണേ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് HTML നമ്മൾ അറിഞ്ഞിരിക്കണം. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഭാഷയാണ്. അപ്പം വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഭാഷയാണ് HTML എന്ന് പറഞ്ഞത്. HTMLന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഒരു വെബ് പേജിന്റെ ഘടന അഥവാ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് HTML ആണ്. HTMLന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ബ്രൗസറിൽ കാണുന്ന ടെക്സ്റ്റ്, ചിത്രങ്ങൾ, ലിങ്കുകൾ എന്നിവ ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ വെബ് ബ്രൗസറിൽ കാണുന്ന ടെക്സ്റ്റുകള്, ചിത്രങ്ങള്, ലിങ്കുകള് എന്നിവയൊക്കെ ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? HTML ലാംഗ്വേജ് ആണ്. ഇനി HTML ലാംഗ്വേജിലെ പ്രധാനപ്പെട്ട ടാഗുകൾ ഒന്ന് പഠിച്ചു വെക്കണം. HTML പ്രവർത്തിക്കുന്നത് ടാഗുകൾ ഉപയോഗിച്ചാണ്. ഉദാഹരണത്തിന് HTML ഈ ഒരു ടാഗ്, അതുപോലെ തന്നെ ബോഡി, H1, P എന്നിവ ടാഗൊക്കെയാണ്. അപ്പൊ ഇവ എന്തൊക്കെയാണെന്ന് ബേസിക് ആയിട്ടുള്ള നമുക്ക് നോക്കിപ്പോവാം. H1 മുതൽ H6 വരെ തലക്കെട്ടുകൾ, ഹെഡിങ്സ് നൽകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോണേ, H1 മുതൽ H6 വരെ തലക്കെട്ടുകൾ, ഹെഡിങ്സ് നൽകാനാണ് ഉപയോഗിക്കുന്നത്. ഹെഡിങ്സ് ആണ് H എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ H1 ഏറ്റവും വലുതും H6 ഏറ്റവും ചെറുതുമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്കറിയാം ഒരു ഹെഡിങ് ആണ്, സബ് ഹെഡിങ് ആണ്, അങ്ങനെയൊക്കെ വരത്തില്ലേ. അപ്പൊ ഏറ്റവും വലുത് എന്താണ്? വലിയ ഹെഡിങ് വരുന്നത് H1 ആണ്. അതാണ് H1 ഏറ്റവും വലുതും H6 ഏറ്റവും ചെറുതുമായിട്ടുള്ള ഹെഡിങ്ങുകൾ ആയിരിക്കും. ഇനി അടുത്തത് P എന്ന് പറയുന്നത് ഖണ്ഡികകൾ, പാരഗ്രാഫ്. P ഫോർ പാരഗ്രാഫ്. പാരഗ്രാഫുകൾ എഴുതാനാണ് P എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നത്. ഇനി A എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുന്നത് മറ്റൊരു പേജിലേക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ, ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയും കേട്ടോ. A എന്തിനാണ് ഉപയോഗിക്കുന്നത്? മറ്റൊരു പേജിലേക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ്. ഇനി ഇമേജ് എന്തായിരിക്കും? ചിത്രങ്ങൾ ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഇമേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് UL, OL, LI എന്നിവ ലിസ്റ്റുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ടാഗുകളാണ്. അപ്പൊ ലിസ്റ്റുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്? UL, OL, LI എന്നീ ടാഗുകളാണ്. HTML എന്ന് പറഞ്ഞാൽ ബേസിക് അറിയാലോ, പേജിന്റെ ഘടന, ഒരു സ്ട്രക്ചർ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML. ഇനി CSS എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്. CSS എന്ന് പറഞ്ഞ ലാംഗ്വേജ് പേജിനെ മനോഹരമാക്കാൻ, അതായത് ഡിസൈൻ സ്റ്റൈലിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് CSS എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഇനി JavaScript എന്ന് പറഞ്ഞ ലാംഗ്വേജ് പേജിന് പ്രവർത്തനക്ഷമത നൽകുന്നു, അതായത് ഫങ്ഷനാലിറ്റി നൽകുന്ന ലാംഗ്വേജ് ആണ് JavaScript എന്ന് പറഞ്ഞ ലാംഗ്വേജ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന
ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1 പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിലേറ്റഡ് ഫാക്റ്റിന്റെ ബാക്കി ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ഇടുന്നതാണ് ഇനി വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ ചാനലിലെ മറ്റ് ക്ലാസ്സുകൂടെ എല്ലാ കൂട്ടുകാരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഡിഗ്രി പ്രിലിംസ് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ മറ്റ് റിവിഷൻ ക്ലാസ്സുകൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്